ശതാബ്ദി ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത 3 വൈസ് ചാൻസലർമാരും കേരളത്തോട് മാപ്പ് പറയണമെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. സോഷ്യൽ മീഡിയയിലൂടെയാണ് വി.ഡി. സതീശനെതിരെ സുരേന്ദ്രൻ കടുത്ത പരിഹാസവുമായി രംഗത്തെത്തിയത്. VC-മാരുടെ പങ്കാളിത്തം അതീവ ഗൗരവമാണെന്നും അവർ കേരളത്തോട് മാപ്പ് പറയണമെന്നും ഫേസ്ബുക്കിൽ കുറിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അതേ നാണയത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ് ബി.ജെ.പി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. RSS പരിപാടിയിൽ പങ്കെടുത്തവരൊക്കെ മാപ്പ് പറയുകയാണെങ്കിൽ ആദ്യം അങ്ങ് തന്നെ മാപ്പ് പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും നല്ലത്. വി.ഡി. സതീശന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ തന്നെയാണ് സുരേന്ദ്രന്റെ മറുപടി വന്നിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് തൃശൂരിൽ വെച്ച് നടന്ന വിവേകാനന്ദ കേന്ദ്രത്തിന്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ വി.ഡി. സതീശൻ പങ്കെടുത്തതും ആ വേദിയിൽ RSS നേതാവും MS ഗോളവൽക്കറുടെ ചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം കൊളുത്തിയതും മുൻപ് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. CPM അടക്കം സതീശനെ പ്രതിരോധത്തിലാക്കാൻ ഈ സംഭവം ഉയർത്തിക്കാട്ടാറുണ്ട്. ഈ പശ്ചാത്തലം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മറ്റുള്ളവരോട് മാപ്പ് ചോദിക്കാൻ ആവശ്യപ്പെടുന്നതിന് മുൻപ് RSS വേദി പങ്കിട്ട ചരിത്രമുള്ള വി.ഡി. സതീശൻ സ്വന്തം കാര്യം ആലോചിക്കണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞത്. RSS ശതാബ്ദിയുടെ ഭാഗമായി മോഹൻ ഭാഗവത് സംസാരിച്ച ചടങ്ങിൽ കേരളത്തിലെ 3 VC-മാർ പങ്കെടുത്തത് വലിയ വീഴ്ചയാണെന്നും ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിന് നിരക്കാത്തതാണെന്നും സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, VC-മാർ RSS പരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷത്തിനുമെതിരെ മുരളീധരനും ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ്. പങ്കെടുത്തത് അപരാധമെന്ന് എങ്ങനെ പറയുമെന്ന് വി. മുരളീധരൻ MLA ചോദിക്കുന്നുണ്ട്. VC-മാർ RSS പരിപാടിയിൽ പങ്കെടുത്തത് വലിയ അപരാധം എന്ന പ്രസ്താവന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടിയ വി. മുരളീധരൻ RSS നിരോധിച്ച സംഘടനയാണോ എന്നും ചോദിക്കുന്നുണ്ട്. പങ്കെടുത്ത അപരാധമെന്ന് എങ്ങനെ പറയും? മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അത് വിശദീകരിക്കണമെന്നും വി. മുരളീധരൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി അടക്കം പ്രവർത്തിക്കുന്ന സംഘടനയാണ് RSS ബന്ധമുള്ളതുകൊണ്ട് പ്രധാനമന്ത്രിയെ ഇനി കാണില്ലെന്ന് ഇവർ പറയുമോ എന്നും അദ്ദേഹം ചോദിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണിത്. ഏത് മാനദണ്ഡ പ്രകാരമാണ് പരിപാടിയിൽ VC-മാർ പങ്കെടുക്കാൻ പാടില്ലെന്ന് പറയുന്നത്? VC-മാർക്കെതിരെ സർക്കാർ നിയമ നടപടി സ്വീകരിക്കട്ടെ. നിരവധി വൈസ് ചാൻസലർമാർ ഇത്തരം പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ പാർട്ടിയാണ് വി.ഡി. സതീശന്റേതെന്നും വി. മുരളീധരൻ പറഞ്ഞു. ജമാഅത്തിനെ വെള്ളപൂശിയാളാണ് മുഖ്യമന്ത്രി. അവരെ അങ്ങോട്ട് പോയി കണ്ട ആളാണ് പ്രതിപക്ഷ നേതാവ്. വൈസ് ചാൻസലർമാരെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ട് ഇനി ആരും പങ്കെടുക്കരുതെന്ന ഉദ്ദേശമാണ്. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇത്തരം പ്രസ്താവന നടത്തിയവരാണ് മാപ്പ് പറയേണ്ടത്. ജമാഅത്തിന്റെയും SDPI-യുടെയും കയ്യടി വാങ്ങാനുള്ള പ്രസ്താവനയാണെന്നും വി. മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. സുഗതനെ ജയിലിൽ അടച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗൂഢാലോചനയാണെന്നും MLA ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. വെടിവെച്ച പോലീസുകാർക്കെതിരെ കേസെടുക്കണം. തിരുവനന്തപുരത്ത് ഭരണ പ്രതിസന്ധിയില്ലെന്നും ഭരണം പോകുമോ എന്ന ആശങ്കയിൽ നിന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രത്തിൽ ഭരണം നഷ്ടമാവുകയും പിന്നീട് അധികാരത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. പാറ്റൂർ രാധാകൃഷ്ണൻ ആടിക്കളിക്കുമോ എന്നും ഇപ്പോൾ നോക്കേണ്ടതില്ലെന്നും വി. മുരളീധരൻ MLA വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.